കൊടുക്കുക. ഉലുവ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അയ്യവ അടിപൊളിയായിട്ട് നമ്മൾ എന്താ പറയുക, ആ ഒരു നമ്മുടെ ഉലുവയും അതിലെ നമ്മൾ പറഞ്ഞ ആ ഒരു അമൃതം വെള്ളം തന്നെ പറയാം, അത് നിറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താ പറയുക, ഈ ഒരു വെള്ളം ഇതിലേക്ക് എടുത്ത് നോക്കാം. അടിപൊളി. ഹായ്, നമസ്കാരം. നമ്മൾ തമിഴ്സിൽ കണ്ട പോലെ തന്നെ അമൃതം കുടിച്ചാലോ എന്നുള്ളത്. ഇപ്പൊ നമ്മൾ എന്താ പറയാ, വാഴത്തോട്ടത്തിലാണുള്ളത്. അപ്പൊ നമുക്ക് എന്താണ് ഈ അമൃതം എന്നുള്ളത് നോക്കാം. നമുക്കറിയാം, ഈ വാഴ കുലച്ചു കഴിഞ്ഞാല് അതിന്റെ മാമ്പും കാമ്പും ഒക്കെ വളരെ ഔഷധ ഗുണമുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഫൈബേഴ്സ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഒരു സാധനമാണ് ഈ വാഴയുടെ കാമ്പ് എന്നുള്ളത്. ഏറ്റവും കൂടുതൽ ഫൈബേഴ്സ് അടങ്ങിയിരിക്കുന്ന ഒരു 100% ഫൈബേഴ്സിന്റെ കലവറ എന്ന് തന്നെ പറയാം നമുക്ക് ഈ വാഴയെ. എന്ന് വെച്ചാൽ നമുക്ക് അതിലും പെർസെന്റേജ് നമുക്ക് കൂട്ടേണ്ടി തന്നെ വരും. കാരണം അത്രയേറെ ഫൈബേഴ്സ് കണ്ടന്റ് അടങ്ങിയിട്ട് വേറൊരു ഭക്ഷണ പദാർത്ഥവും ഇന്ന് ഈ ലോകത്തില്ല. അപ്പൊ നമുക്ക് ഈ ഒരു അമൃതം വെള്ളത്തിൽ, അതായത് വാഴ കുലച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഈ ഒരു അമൃതം വെള്ളത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ കുടലുകളിലും നമ്മുടെ ശരീരത്തിലും അടിഞ്ഞുകൂടിയ ഈ വേസ്റ്റ് പദാർത്ഥങ്ങൾ, അതായത് കുറെ കാലങ്ങളോളം അവിടെ കെട്ടിക്കിടന്ന് നമുക്ക് എന്താ പറയുക, ഗ്യാസ് ട്രബിളിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഈ കുടലുകളിലും നമ്മുടെ ശരീരത്തിലും ഈ ഒരു അമൃതം വെള്ളം തന്നെ പറയാം, ഈ ഒരു ഇത് ചെന്നിട്ട് നമുക്ക് എന്താ പറയുക, കംപ്ലീറ്റ് ക്ലീൻ ആക്കുന്ന, കംപ്ലീറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു കുടലിനെ കംപ്ലീറ്റ് ക്ലീൻ ആക്കി നമ്മുടെ ശരീരത്തെ ഫ്രഷ് ആക്കി നിലനിർത്താനുള്ള ഒരു അമൃതം വെള്ളമാണ് നമുക്ക് ഇന്ന് ഈ ഒരു വായിൽ നിന്ന് കിട്ടുന്നത്. അത് എങ്ങനെ നമുക്ക് എന്താ പറയുക, ഈ വായിൽ നിന്നും ഈ ഒരു അമൃതം വെള്ളം നമുക്ക് എടുക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ കുലച്ച വാഴയാണിത്. ആ കുലച്ച വാഴ നമുക്ക് ആദ്യം കുല വെട്ടി മാറ്റണം. കുല വെട്ടി മാറ്റിയതിന് ശേഷമാണ് നമുക്ക് എന്താ പറയാ, ഈ ഒരു അമൃതം വെള്ളം ഇതിൽ നിന്നും എടുക്കേണ്ടത്. അത് എങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം. അത് നമ്മളിവിടെ ഈ ഒരു കുല വെട്ടി മാറ്റുകയാണ്. വേറെ വാഴയും അടുത്ത് നിൽക്കുന്നതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം നമുക്ക് ഇതൊരു വെട്ടിമാറ്റാൻ. കാരണം മറ്റു വാഴകൾക്കും ഒരു ദോഷം വരാതിരിക്കാൻ വേണ്ടിയാണ്. വാഴ ഇവിടെ വെട്ടിയിട്ടുണ്ട്. നമുക്ക് കുല വെട്ടിമാറ്റാം. കണ്ടില്ലേ, ഇരട്ടക്കൊലയാണ്. ആദ്യമായിട്ടാണ് ഈ ഇരട്ടക്കൊല ഇവിടെ കഴിച്ചത്. കാരണം 2 സ്റ്റെപ്പായിട്ടാണ് ഇവിടെ കഴിച്ചിരിക്കുന്നത്. അതിന്റെ പ്രതിഭാസം എന്താണെന്ന് അറിയില്ല. കാരണം എന്നിരുന്നാലും നമുക്ക് മുകളിലെ ഈ കായ്, ചെറിയ കായ് നമുക്ക് പഴുക്കാൻ വെച്ചാൽ നടക്കില്ല. അപ്പൊ അത് ഉപ്പേരി വെക്കാം, നമ്മൾ വറവിന് വെക്കാമെന്ന് പറയും. ബാക്കി നമുക്ക് എന്താ പറയാ, പഴുക്കാൻ വേണ്ടി വെക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ വാഴ വെട്ടി വാഴയുടെ ബാക്കി ഭാഗം ഇവിടെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഈ ഒരു നിലനിർത്തിയ ഈ വാഴയിലാണ് നമുക്ക് എന്താ പറയാ, ഈ ഒരു അമൃതം വെള്ളം നമുക്ക് എന്താ പറയാ ഏകദേശം നമുക്ക് കുടിക്കാൻ കിട്ടുന്നത്. അത് എങ്ങനെ നമുക്ക് എന്താ പറയാ, ഇപ്പൊ നമ്മൾ വാഴ വെട്ടിയിട്ടേ ഉള്ളൂ, അതുപോലെ തന്നെ ഫ്ലാറ്റ് ആയിട്ടാണുള്ളത്. നമുക്കിവിടെ ഈ റൗണ്ടിൽ നമുക്ക് എന്താ പറയാ, ഒരു കുഴി പോലെ കുഴിച്ചെടുക്കണം. ആ കുഴിയിലാണ് ഈ ഒരു വെള്ളം എന്താ പറയുക നിറഞ്ഞു നിൽക്കുന്നത്. അപ്പൊ ആ കുഴി എങ്ങനെ കുഴിക്കാന്നുള്ളത് നോക്കാം. നമ്മൾ കത്തി ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഉള്ളില് റൗണ്ട് ഷേപ്പില് നമ്മൾ കുഴികൾ എടുക്കുക.
കുഴിയെല്ലാം കുഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിലാണ് നമുക്ക് ഈ അമൃതം വെള്ളം നിറയേണ്ടത്. അതിനുശേഷം നമ്മൾ കുറച്ച് ഉലുവ എടുക്കുക. നമ്മൾ കറിക്കെല്ലാം ഉപയോഗിക്കുന്ന ഉലുവ. ഈ ഒരു കുറച്ച് ഉലുവ നമ്മൾ എന്താ പറയാ ഈ ഒരു കുഴിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മളെ പരിപാടി. ഈ ഒരു ഉലുവ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഒരു 12 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യണം. നാളെ രാവിലെ നമ്മൾ എന്താ പറയുക തുറന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു അമൃതം വെള്ളം ഈ ഒരു കുഴിയിൽ നിറയെ ഉണ്ടായിട്ടുണ്ടാവും. ഫൈബേഴ്സ് 100% ഈ ഒരു വെള്ളം കുടിച്ചാൽ തന്നെ നമ്മുടെ ആ ഒരു കുടല് ക്ലിയർ ആവുകയും നമുക്ക് ഏകദേശം നമ്മുടെ വയറിന്റെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് എന്താ പറയാ ഇതിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പൊ നമ്മളിവിടെ ഉലുവ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നല്ല ഭദ്രമായിട്ട് മൂടി കെട്ടാം. ബാക്കി അതിനുശേഷം നാളെ വന്നു നോക്കാം. 12 മണിക്കൂറിന് ശേഷം ഇതിൽ നിറയെ വെള്ളം നിറഞ്ഞിട്ടുണ്ടാവും. ഒരു ഉലുവ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, കാരണം നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല ഗുണം ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഒരു ഉലുവ. അത് ഈ ഒരു അമൃതം വെള്ളവുമായിട്ട് നമുക്ക് ചേർന്നാൽ തന്നെ ഇരട്ടി ഗുണമാണ് നമുക്ക് ലഭിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വായയില് ഈ ഒരു ഉലുവ നമ്മൾ ഇട്ട് വെച്ചത്. അപ്പൊ നമ്മൾ ഉലുവ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ വല്ല പുഴുക്കളോ മറ്റോ കയറുകയാണെങ്കിൽ അത് നമുക്ക് ചീത്തയായി പോകും. അതുകൊണ്ട് നമ്മൾ ഒരു വാഴയില വെച്ചിട്ട് നമ്മൾ അതിന്റെ വായു മൂടി കെട്ടുന്നു. മാത്രമല്ല മഴക്കാലമാണ്, കാരണം ഇതിലേക്ക് മഴക്കാലമാണ്. അപ്പൊ ഇതിലേക്ക് വെള്ളം കയറും. വെള്ളം കയറാതിരിക്കാൻ വേണ്ടി നമുക്ക് ആ പ്ലാസ്റ്റിക് ബാഗ് എടുത്തിട്ടുണ്ട്. ഈ ഒരു പ്ലാസ്റ്റിക് ബാഗ് നമ്മൾ ഇട്ട് കൊടുത്തു. വീണ്ടും അതിനെ നമ്മളൊരു കയറ് ഉപയോഗിച്ച് കെട്ടുന്നു. കാരണം നമ്മളിങ്ങനെ കയറുകൊണ്ട് കെട്ടുന്നത് വെച്ചാൽ മറ്റ് കീടങ്ങൾ ഇതിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല പരിശുദ്ധമായ അമൃതം വെള്ളം തന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ എന്താ പറയാ ഇതിട്ട് വെച്ചു. ഇനി നമുക്ക് 12 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം. 12 മണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ പറഞ്ഞ വെള്ളം നിറയുകയും അതോടൊപ്പം ഈ ഒരു ഉലുവ ഇതിൽ നിന്ന് കുതിർന്ന് നല്ല അടിപൊളി ഔഷധ ഗുണമായ ഏറ്റവും എന്താ പറയാ നമ്മുടെ നമ്മള് മരുന്നിനേക്കാളും എത്രയോ ശക്തി മടങ്ങുള്ള ഒരു ഔഷധ ഗുണമുള്ള ഒരു വെള്ളമായിട്ട് ഇത് മാറും. അപ്പൊ നമുക്ക് 12 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. ചന്ദനമണി നമ്മൾ ആ ഒരു പ്ലാസ്റ്റിക് ബാഗ് നമ്മൾ മാറ്റുന്നു. അതിനുശേഷം നമ്മുടെ ആ വാഴയില കെട്ടിവെച്ചതും ഇതുപോലെ നമ്മൾ മാറ്റി കൊടുക്കുന്നു. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. അയ്യവാ, അടിപൊളിയായിട്ട് നമ്മൾ എന്താ പറയുക നമ്മുടെ ഉലുവയും അതിലെ നമ്മൾ പറഞ്ഞ അമൃതം വെള്ളം തന്നെ പറയാം, അതും നിറഞ്ഞിട്ടുണ്ട്. ഈ വെള്ളത്തിലാണ് ഫൈബേഴ്സ് കണ്ടന്റ് നമ്മൾ എന്താ പറയുക 100-11 മടങ്ങ്, അതായത് എത്രയോ മടങ്ങ് ഫൈബേഴ്സ് നമ്മൾ അടങ്ങിയിരിക്കുന്നത്. ഈ ഒരു വെള്ളം കഴിച്ചാൽ തന്നെ ഇതിലെ ഫൈബേഴ്സ് നമ്മുടെ ശരീരത്തിലെ കുടലിനെ ക്ലീൻ ചെയ്യുകയും അതുപോലെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും, ഗ്യാസിന്റെ പ്രശ്നങ്ങൾ, അതുപോലെ എന്താ പറയുക കുടലിൽ അടിഞ്ഞുകൊണ്ടിരിക്കുന്ന പല മാലിന്യങ്ങളും പുറന്തള്ളാൻ ഏറ്റവും നമുക്ക് എന്താ പറയുക പരിശുദ്ധമായ ഒരു ഔഷധം തന്നെ പറയാം. ഔഷധം എന്ന് പറയാനല്ല, അത് ഔഷധം തന്നെയാണ്. അപ്പം നമുക്ക് ഈ ഒരു വെള്ളം നമുക്ക് എന്താ പറയുക ഗ്ലാസ്സിലാക്കി ഒന്ന് കുടിച്ചു നോക്കാം. അപ്പം നമ്മൾ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താ പറയുക ഈ ഒരു വെള്ളം ഇതിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വെള്ളം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ഔഷധ ഗുണമുള്ള
ഈ ഒരു ഫൈബേഴ്സിന്റെ കണ്ടന്റ് നമുക്ക് വെറും വയറ്റിൽ തന്നെ നമുക്ക് എന്താ കുടിക്കുന്നത് ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഒരു ഔഷധമാണ്. അപ്പോൾ ഇത് നമുക്ക് വെറും വയറ്റിൽ നമുക്കൊന്ന് കുടിച്ചു നോക്കാം. അടിപൊളിയാണ്. നമ്മുടെ ശരിക്കും എന്താ പറയുക, നമുക്ക് കുടിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ കറക്റ്റ് ക്ലീനായി. നമുക്ക് കുടിച്ചു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു ആശ്വാസം നമുക്ക് മനസ്സിലാവും. നിങ്ങളെല്ലാവരും ഇത് എന്താ പറയുക, നമ്മുടെ വാഴകൾ എല്ലാ വീട്ടിലുണ്ടാവും. അതുപോലെ ഇതുപോലെ ട്രൈ ചെയ്ത് ഈ ഒരു അമൂല്യമായ ശേഖരം നിങ്ങൾ കുടിക്കണം. എൻ്റെ വീട്ടിലെ മറ്റുള്ളവർക്കും കൂടി കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടി ഇതിൻ്റെ എന്താ പറയുക എടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഔഷധമാണ്. അപ്പോൾ വീട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നത്. ഒരുപാടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിലെ മറ്റുള്ളവർക്കും കൂടി ഞാൻ ഇത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്താ പറയുക, ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണ്ടേ, മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ് ഈ ഒരു വാഴയിൽ ഈ ഒരു അമൃതം കുടിക്കുക എന്നുള്ളത്. ഓക്കെ, ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ.